PSC ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നാളെയാണ് നമ്മുടെ പ്രീ പ്രൈമറിയുടെ പരീക്ഷ. അപ്പോൾ പ്രീ പ്രൈമറിക്ക് ആവർത്തിക്കാൻ സാധ്യതയുള്ള കുറച്ച് സെലക്റ്റഡ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞു പോകാം. എനിക്ക് പനിയൊക്കെ പിടിച്ചിരിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് സൗണ്ടൊന്നും അത്ര ക്ലിയർ അല്ല, ഒത്തിരി സ്ട്രെയിൻ എടുക്കാനും വയ്യ. അപ്പോൾ വേഗം ഒന്ന് പറഞ്ഞു പോവാം. പോസ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ കണ്ടുപോകാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആശയ രൂപീകരണ പ്രക്രിയയുടെ ഏത് ഘട്ടത്തിലാണ് വസ്തുക്കളുടെ അഭാവത്തിൽ അവയെപ്പറ്റി ഓർക്കാനും ചിന്തിക്കാനും കഴിയുന്നത്? ഏത് ഘട്ടത്തിലാണ്? ബിംബന ഘട്ടത്തിലാണല്ലേ. ഏതാണ്? ബിംബന ഘട്ടമാണ്. ബ്രൂണറുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങളുടെ ക്രമം കണ്ടെത്തുക. ഏതാണത്? പ്രവർത്തന ഘട്ടം, ഘട്ടം. അടുത്തത്, ജെറോം എസ് ബ്രൂണർ ആശയ രൂപീകരണം ബന്ധപ്പെട്ട് മുന്നോട്ട് വച്ച പഠനഘട്ടങ്ങളിൽ പെടാത്തതേത്? ഏതാണ്? വിചിന്തന ഘട്ടമാണല്ലേ. ബിംബന ഘട്ടവും പ്രതിരൂപാത്മക ഘട്ടം, പ്രവർത്തന ഘട്ടമൊക്കെ പെടുന്നതാണ്. വിചിന്തന ഘട്ടമാണ് പെടാത്തതായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഗുണവിശേഷങ്ങളുടെ അടിസ്ഥാനത്തിൽ മാനസികമായി വർഗീകരിക്കുന്ന വിവരങ്ങളെ എങ്ങനെ വിശേഷിപ്പിക്കാം? ആശയമെന്ന് വിശേഷിപ്പിക്കാം. എന്താണ് ആശയമെന്ന്? ആശയ രൂപീകരണത്തിൻ്റെ പ്രക്രിയാ ഘട്ടങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണത്? ഓപ്ഷൻ ബി, സംവേദം, പ്രദക്ഷിണം, വർഗീകരണം, സാമാന്യവൽക്കരണമാണ് കേട്ടോ. സംവേദനം, പ്രദക്ഷിണം, വർഗീകരണം, സാമാന്യവൽക്കരണമാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യമായി ഒരു ദേശീയ വിദ്യാഭ്യാസ നയം ഉണ്ടായത്? സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമേ ദേശീയ വിദ്യാഭ്യാസ നയം ഉണ്ടായത് 1986. അടുത്തത്, വ്യവഹാരവാദവും ബന്ധപ്പെട്ട് പഠനം ഒരു ചോദന പ്രതികരണ പ്രക്രിയയാണെന്ന് പ്രസ്താവിക്കുമ്പോൾ ഏത് മനഃശാസ്ത്രജ്ഞൻ്റെ പരീക്ഷണമാണ് തിരഞ്ഞെടുക്കുന്നത്? ഏത് മനഃശാസ്ത്രജ്ഞൻ്റെയാണ്? പാവ്ലോവാണ് കേട്ടോ. ആരാണ്? പാവ്ലോവാണ്. ഒരു കാടിൻ്റെ ഒരു വശത്ത് മാമ്പഴത്തിൻ്റെ ചിത്രവും മറുവശത്ത് മാംഗോ എന്നും എഴുതിയ ഒരു പഠനോപകരണം ടീച്ചർ ക്ലാസ്സിൽ ഉപയോഗിക്കുന്നു. ഈ പഠനോപകരണം ഏത് പഠന സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതാണ്? അനുബന്ധന സിദ്ധാന്തമാണ്. ഏതാണ്? അനുബന്ധന സിദ്ധാന്തമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, ശ്രമപരാജയ പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട 3 നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്? ഏതൊക്കെയാണത്? ഓപ്ഷൻ സി, സന്നദ്ധതാ നിയമം, ഫലനിയമം, അഭ്യാസ നിയമം. സന്നദ്ധതാ നിയമം, ഫലനിയമം, അഭ്യാസ നിയമമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ചോദ്യം, പിയാഷെയുടെ വൈജ്ഞാനിക സിദ്ധാന്തത്തിൻ്റെ സംസ്ഥാപനം എന്ന ആശയം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? പുതിയ അറിവ് ഉണ്ടാകുമ്പോൾ നിലവിലുള്ള സ്കീമയിൽ ഉണ്ടാകുന്ന നവീകരണം. എന്താണ്? പുതിയ അറിവുണ്ടാകുമ്പോൾ നിലവിലെ സ്കീമയിൽ ഉണ്ടാകുന്ന നവീകരണമാണ്. കുട്ടി ഒഴിഞ്ഞ പാത്രമല്ല, സ്വന്തമായി പഠിക്കാനുള്ള കഴിവുണ്ട് എന്ന് പ്രസ്താവിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ജീൻ പിയാഷെയാണ്. ആരാണ്? ജീൻ പിയാഷെയാണ് കേട്ടോ. സ്വാംശീകരണവും സംസ്ഥാപനവും മനഃശാസ്ത്രത്തിൻ്റെ ഏത് ആശയവുമായി ബന്ധപ്പെട്ട പ്രക്രിയകളാണ്? ഏതാണ്? സ്കീമയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് കേട്ടോ. സ്കീമ. കുട്ടി തൻ്റെ മുന്നറിവിൻ്റെയും അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പുതിയ അറിവിനെ അഥവാ അനുഭവത്തെ വ്യാഖ്യാനിക്കുന്നതിന് പിയാഷെ ഉപയോഗിക്കുന്ന പദം താഴെ പറയുന്നവയിൽ ഏതാണ്? സ്വാംശീകരണമാണ്. ഏതാണ്? സ്വാംശീകരണമാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്തത്, ആശയ രൂപീകരണ പ്രക്രിയയുടെ ഏത് ഘട്ടത്തിലാണ് വസ്തുക്കളുടെ അഭാവത്തിൽ അവയെപ്പറ്റി ഓർക്കാനും ചിന്തിക്കാനും കഴിയുന്നത്? ഏത് ഘട്ടത്തിലാണ്? ബിംബന ഘട്ടത്തിലാണ്. ഏതാണ്? ബിംബന ഘട്ടത്തിലാണ്. നമ്മൾ കുറച്ച് നേരം മുമ്പ് നോക്കിയതാണ് അല്ലേ. ഇനി ഇത് നോക്കിപ്പോയതാണ്. അടുത്തത്, ഓരോ പഠനവും നേരത്തെ നേടിയ അറിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള പുതിയ കണ്ടെത്തലുകളാണ്. ഇത്തരം അന്വേഷണത്തിലേക്ക് പ്രാധാന്യം നൽകുന്ന കണ്ടെത്തൽ പഠനം, സംവാദാത്മക പഠനം എന്നീ പഠനരീതികൾ ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ജെറോം എസ് ബ്രൂണറാണ് കേട്ടോ. ജെറോം എസ് ബ്രൂണറാണ്. കണ്ടെത്തൽ പഠനം താഴെ പറയുന്നത് ആരുടെ സംഭാവനയാണ്? കണ്ടെത്തൽ പഠനവും ജെറോം എസ് ബ്രൂണറുടെ സംഭാവനയാണ് കണ്ടെത്തൽ പഠനം എന്ന് പറയുന്നത്. ചിത്രത്തിൽ 8 രേഖാഖണ്ഡങ്ങളെ 4 സെറ്റ് രേഖാഖണ്ഡങ്ങളായി പ്രദക്ഷിണം ചെയ്യുന്നു. ഈ പ്രതിഭാസത്തിൻ്റെ പേര് സാമീപ്യ നിയമം എന്നാണ് കേട്ടോ. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം പിന്തുടരുക ഒരു ടീച്ചർ ക്ലാസ്സിൽ അനുവർത്തിക്കാത്ത സമീപനം. ഏതാണത്? ആവർത്തനത്തിന് ഊന്നൽ നൽകലാണ്. എന്താണ്? ആവർത്തനത്തിന് ഊന്നൽ നൽകൽ. പഠനം നടക്കുന്നത് ഉൾക്കാഴ്ച കൊണ്ടാണ് സിദ്ധാന്തിച്ചത്. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രമാണ് പഠനം നടക്കുന്നത് ഉൾക്കാഴ്ച കൊണ്ടാണ് സിദ്ധാന്തിച്ചത്. പഠനത്തിന് സാമൂഹികമായ ഇടപെടലിന് പ്രാധാന്യം നൽകിയ മനഃശാസ്ത്രജ്ഞനാണല്ലോ വൈറ്റ്ഗോസ്കി.
ഒരു വ്യക്തിക്ക് പണത്തിൽ സ്വന്തം എത്തിച്ചേരാൻ പറ്റുന്ന നിലയും മറ്റുള്ളവരുടെ സഹായത്തോടെ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ഉയർന്ന നിലയുമുണ്ട്. രണ്ടു നിലകൾക്കിടയിലുമുള്ള മണ്ഡലത്തെ പറയുന്ന പേര് സമീപസ്ഥ വികസന മണ്ഡലം എന്നാണ്. എന്താണ് സമീപസ്ഥ വികസന മണ്ഡലം? ശിശു നിലവിലുള്ള വികസന മേഖലയിൽ നിന്ന് ഉയർന്നു കൂടുതൽ മെച്ചപ്പെട്ട മറ്റൊരു വികസനത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് സമീപസ്ഥ വികസന മണ്ഡലം. ശിശു നിലവിലുള്ള വികസന നിലയിൽ നിന്ന് ഉയർന്ന് കൂടുതൽ മെച്ചപ്പെട്ട മറ്റൊരു വികസന നിലയിലേക്ക് പ്രവേശിക്കുന്നതിനെ എന്ത് വിളിക്കുന്നു? സമീപസ്ഥ വികസന മണ്ഡലം എന്ന് വിളിക്കുന്നു. സമീപസ്ഥ വികസന മണ്ഡലം എന്ന ആശയം രൂപപ്പെടുത്തിയത് ആരാണ്? വൈറ്റ്ഗോസ്കിയാണ്. ആരാണ്? വൈറ്റ്ഗോസ്കിയാണത് രൂപപ്പെടുത്തിയത്. പഠനവേളയിൽ ടീച്ചർ ഓരോ കുട്ടിയെയും നിലവാരത്തിനനുസരിച്ച് സഹായങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ എന്നിവ നൽകുന്നു. ഇതിനെങ്ങനെ വിശേഷിപ്പിക്കാം? കൈത്താങ്ങു നൽകൽ. എങ്ങനെയാണ് കൈത്താങ്ങു നൽകൽ? താഴെ പറയുന്നവ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദവുമായി ബന്ധമില്ലാത്ത പഠനം ഏതാണ്? ഏകവ്യക്തി പഠനമാണ്. അധ്യാപക ക്ലാസ് നൽകിയ ഗണിത പസിലിന് സ്വയം ഉത്തരം കണ്ടെത്താൻ ആതിരയ്ക്ക് കഴിഞ്ഞില്ല. അധ്യാപിക ചില സൂചനകളും വിശദീകരണങ്ങളും നൽകിയപ്പോൾ ആതിര സ്വയം ഉത്തരം കണ്ടെത്തി. ഇതിനെ തുടർന്ന് താഴെ കൊടുത്തിരിക്കുന്നത് ഏത് മനഃശാസ്ത്ര ആശയവും ബന്ധപ്പെടുത്താം? ഏതാണ്? സമീപസ്ഥ വികസന മണ്ഡലമാണ്. സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ പിതാവ് ആരാണ്? വൈറ്റ്ഗോസ്കിയാണ് സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ പിതാവ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദ പ്രകാരമുള്ള ക്ലാസ് മുറിയിലെ അധ്യാപകൻ്റെ റോൾ അല്ലാത്തത് ഏതാണ്? അറിവിൻ്റെ ദാതാവാണ്. പ്രതിക്രിയാതാപനം ഏത് മനഃശാസ്ത്ര സിദ്ധാന്തം അനുസരിച്ച് രൂപം നൽകിയതാണ്? ഏതാണ്? വൈറ്റ്ഗോസ്കിയാണ്. ശിശുവിൻ്റെ ബുദ്ധി വികസന പ്രക്രിയയിൽ തനതായി സാമൂഹ്യ സാംസ്കാരിക അന്തരീക്ഷം ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ച് നിരീക്ഷിച്ചത് ആരാണ്? വൈറ്റ്ഗോസ്കിയാണ്. പ്രതിക്രിയാതാപനം ആരുടെ ആശയമാണ്? വൈറ്റ്ഗോസ്കിയുടെ ആശയമാണ്. വായന പരിശീലനത്തിനായി വൈറ്റ്ഗോസ്കിയുടെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ആവിഷ്കരിച്ച രീതിയാണ് പ്രതിക്രിയാതാപനം എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ പിൻബലമില്ലാത്ത പഠന രീതി ഏതാണ്? ആവർത്തിച്ച് ഉരവിട്ടു പഠിക്കുക എന്നതാണ്. താഴെ പറയുന്നവയിൽ സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ പിൻബലമില്ലാത്ത പഠന രീതിയാണ് ആവർത്തിച്ച് ഉരുവിട്ട് പഠിക്കുക എന്നത്. താഴെ കൊടുത്തിരിക്കുന്ന തെറ്റായ ജോഡി ഏതാണ്? വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം. ആൽപോർട്ടിൻ്റെ വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തമാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡിയായിട്ട് വരുന്നത്. താഴെ പറയുന്നവയിൽ മഹാത്മാഗാന്ധിജിയുടെ വാക്യങ്ങൾ ഏതാണ്? ഓപ്ഷൻ സി, വിദ്യാഭ്യാസത്തിൻ്റെ അന്തിമമായ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ്. വിദ്യാഭ്യാസത്തിൻ്റെ അന്തിമമായ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ്. നാം ഇന്നുവരെ കുട്ടികളുടെ മനസ്സിൽ നിന്ന് പലതരം അറിവുകൾ കുത്തിച്ചെലുത്തുന്നതിനാണ് നമ്മൾ ശക്തിയെല്ലാം കേന്ദ്രീകരിച്ചത്. അവരുടെ മനസ്സിന് പ്രചോദനമോ വികസനമോ നൽകണമെന്ന് നാം ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ്? ഗാന്ധിജിയാണ്. ഇനി ജെ.ബി. ഗിൽഫോർഡിൻ്റെ ബുദ്ധിയുടെ ത്രിമാന മാതൃകയുടെ അടിസ്ഥാനത്തിൽ ഉള്ളടക്കങ്ങൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അർത്ഥപരമാണ്. വിവഞ്ചന ചിന്തനം ബുദ്ധിയുടെ ഏത് ഘടകവുമായി എടുത്തു കാണിച്ച ബുദ്ധി സിദ്ധാന്തം താഴെ പറയുന്നവയിൽ ഏതാണ്? ത്രിമുഖ സിദ്ധാന്തമാണ്. ഭാഷാപരമായ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത താഴെ പറയുന്നവയിൽ ഏതാണ്? ഗ്രാഫുകളാണ്. ബഹുമുഖ സിദ്ധാന്തം അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ താഴെ പറയുന്നവരാരാണ്? ഗാർട്ട്നറാണ്. സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും കഴിവിൻ്റെ പരമാവധിയിലേക്ക് ഉയരുവാനും ഒരു വ്യക്തിയെ സഹായിക്കുന്ന ബുദ്ധി ഏതാണ്? ആന്തരിക വൈജ്ഞാനിക ബുദ്ധിയാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈകാരിക ബുദ്ധിയുള്ള വ്യക്തികൾക്ക് ഇല്ലാത്ത സവിശേഷത ഏതാണ്? സ്വന്തം വികാരങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്താണ്? സ്വന്തം വികാരങ്ങൾക്കനുസരിച്ച് അടുത്ത ചോദ്യം, ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ഗാർട്ട്നർ താഴെ കൊടുത്തിരിക്കുന്നവ ഏതാണ് മുന്നോട്ട് വെച്ചത്? ശാരീരിക ചലനപരമായ ബുദ്ധിയാണ്. ഏതാണ്? ശാരീരിക ചലനപരമായ ബുദ്ധിയാണ്. ജയകൃഷ്ണൻ ഒരു നാവികനാണ്. കുമാർ ഒരു ആർക്കിടെക്റ്റാണ്. ഇവരിൽ കാണപ്പെടുന്ന ഏതുതരം ബഹുമുഖ ബുദ്ധിയാണ്? ദൃശ്യസ്ഥലപരമായ ബുദ്ധിയാണ്. ഏതാണ്? ദൃശ്യസ്ഥലപരമായ ബുദ്ധിയാണ്. താഴെ പറയുന്നവയിൽ വ്യക്ത്യാന്തര ബുദ്ധിയിൽ പെടാത്തത് ഏതാണ് വ്യക്ത്യാന്തര ബുദ്ധിയിൽ പെടാത്തത്? തന്നെക്കുറിച്ചുള്ള ബോധമാണ്. ഏതാണ്? തന്നെക്കുറിച്ചുള്ള ബോധമാണ്. തരംതിരിക്കൽ എന്ന പ്രവർത്തനം ബഹുമുഖ ബുദ്ധിയിൽ ഏത് ഘടകത്തെ പരിപോഷിക്കുന്നതാണ്? ഏതാണ്? ഗണിത യുക്തിപരവുമായ ചിന്തയാണ്. ഗണിതം യുക്തിപരമായിട്ടുള്ള ബുദ്ധിയാണ് വരുന്നത്. ബുദ്ധിയെപ്പറ്റി പ്രതിപാദിക്കുന്നതുകൊണ്ട് ധാരാളം മനഃശാസ്ത്രജ്ഞർ എഴുതിയിട്ടുണ്ട്. താഴെ പറയുന്ന ഐക്യു ബുദ്ധിയെപ്പറ്റി പ്രതിപാദിക്കുന്ന മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ആൽഫ്രഡ് ബീനിയാണ്. 10 വയസ്സുള്ള കുട്ടിയുടെ ഐക്യു 98 മാനസിക വയസ്സ് എത്രയാണ്? 8 ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബുദ്ധിമാപനത്തിൻ്റെ ഉപയോഗിക്കുന്ന ഏതാണ്?
ഓപ്ഷൻ എ ആണ് കേട്ടോ. 13 വയസ്സുള്ള റോണിയുടെ മാനസിക വയസ്സ് 8 ആണെങ്കിൽ ബുദ്ധിമാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ റോണി ഏത് വിഭാഗത്തിൽപ്പെടും? മൂഢബുദ്ധിയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആത്മബുദ്ധിമാപനവുമായി ബന്ധമുള്ളത് സന്ദർഭാനുസരണം സ്വാഭാവികമായും അയവോടെയും പ്രതികരിക്കാനുള്ള കഴിവാണ്. കാലിക വയസ്സ് മാനസിക വയസ്സിനേക്കാൾ കൂടുമ്പോൾ ബുദ്ധിമാപനം കുറയുന്നു. ഇനി പ്രായോഗിക ബുദ്ധിമാപനം ആദ്യമേ അവതരിപ്പിച്ചത് ആരാണ്? ആൽഫ്രഡ് ബീനറ്റ് ആണ് കേട്ടോ. ആൽഫ്രഡ് ബീനറ്റ് ആണ്. നിങ്ങൾക്ക് സ്പീഡ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പോസ് ചെയ്ത് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയുടെ ശാരീരിക ആവശ്യങ്ങൾ എന്നതിന് തൊട്ട് മുകളിൽ വരുന്ന ആവശ്യം ഏതാണ്? സുരക്ഷിതത്വമാണ്. എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന ആവശ്യങ്ങളിൽ ഏറ്റവും പ്രാഥമികമായ ആവശ്യം ഏതാണ്? അതും സുരക്ഷിതത്വമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഏതാണ്? അത് സ്വതാവിഷ്കരണമാണ്. ഇനി അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണി സുരക്ഷിതത്വം ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് അഭിമാന ബോധവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും ഇടയിലുള്ളത് ഏതാണ്? സ്നേഹവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളാണ്. ആത്മസാക്ഷാത്കാര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? അബ്രഹാം മാസ്ലോയാണ് ഈ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വ്യക്തി വ്യത്യാസങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ്? സാമ്പത്തിക സാമൂഹ്യ സാഹചര്യങ്ങളിലുള്ള വ്യത്യാസമാണ്. കുട്ടികളുടെ വ്യക്തി വ്യത്യാസങ്ങൾ പരിഗണിക്കുന്ന ഒരു അധ്യാപിക താഴെ കൊടുത്തിരിക്കുന്നവ ഏതാണ് തിരഞ്ഞെടുക്കുക? വൈവിധ്യമാർന്ന ബോധന രീതികൾ അവലംബിക്കുന്നു. പ്രക്ഷേപണ തന്ത്രങ്ങളിൽ ഉൾപ്പെടാത്തത് അറിയോ? സാമൂഹ്യ ബന്ധ പരിശോധനകൾ. ഏതാണ്? സാമൂഹ്യ ബന്ധ പരിശോധനകളാണ്. ജന്മന അംഗവൈകല്യമുള്ള കുട്ടി നഴ്സറി ക്ലാസ്സിൽ പോയിരുന്നില്ല. അതിനാൽ 1-ാം ക്ലാസ്സിലെത്തിയപ്പോൾ മറ്റു കുട്ടികളെ പോലെ ഭാഷാശേഷി നേടാൻ കഴിഞ്ഞില്ല. വികസനത്തിലെ ഏത് തത്വവുമായി ഇതിനെ ബന്ധിപ്പിക്കാം? വികസന മേഖല പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന തത്വവുമായി ബന്ധിപ്പിക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വികസനത്തിന് സവിശേഷത ഉൾപ്പെടാത്തത് വ്യക്തിയിൽ ഉണ്ടാകുന്ന ഘടനാപരമായ മാറ്റങ്ങളോടാണ് വികസനം എന്ന് പറയുന്നത്. ഇനി പ്രീ സ്കൂൾ പ്രായമായി കണക്കാക്കുന്നത് 3 മുതൽ 6 വയസ്സ് വരെയാണ് പ്രീ സ്കൂൾ പ്രായമായിട്ട് കണക്കാക്കുന്നത്. എറിക്സന്റെ അഭിപ്രായത്തിൽ ആദ്യ കാലം മാനസിക സാമൂഹ്യ സിദ്ധാന്തം അനുസരിച്ച് ഏത് ഘട്ടത്തിലാണ്? മുൻകൈ എടുക്കൽ കുറ്റബോധം എന്ന ഘട്ടത്തിലാണ്. എറിക്സന്റെ സാമൂഹ്യ വികസന സിദ്ധാന്ത പ്രകാരം സ്കൂൾ പ്രായത്തിൽ 6 മുതൽ 12 വരെ നേരിടുന്ന പ്രതിസന്ധി താഴെ പറയുന്നവയിൽ ഏതാണ്? ഊർജ്ജസ്വലത അല്ലെങ്കിൽ അപകർഷതയാണ്. എറിക്സന്റെ സാമൂഹിക വികസനവും ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധി ഘട്ടമാണ് സന്നദ്ധ അല്ലെങ്കിൽ കുറ്റബോധം. ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ കുട്ടിക്ക് പ്രാപ്തനാക്കുന്ന തടസ്സം നൽകുന്നത് എന്താണ്? ക്ലാസ്സുകളിൽ തന്നെ കൂടുതൽ സമയമിരുത്തി പഠന പ്രവർത്തനങ്ങൾ നൽകണമെന്നതാണ്. കുട്ടികളുടെ ഭാഷ വികസനവുമായി ബന്ധപ്പെട്ട് ഭാഷ ജീവശാസ്ത്രപരമായി ചിട്ടപ്പെടുത്തിയ സംവിധാനമാണെന്നും കുട്ടിയെ ജന്മസിദ്ധമായി ഭാഷാ ഘടകമുണ്ടെന്ന് പ്രസ്താവിച്ചത് മനഃശാസ്ത്രജ്ഞനാണ് നോം ചോസ്കി. മനുഷ്യ മനസ്സിന് ജന്മസിദ്ധമായ ഭാഷാ വ്യാകരണമുണ്ടെന്ന ആശയം മുന്നോട്ട് വെച്ചത് നോം ചോസ്കിയാണ്. മനുഷ്യൻ ജനിക്കുന്നത് ഭാഷാഘടന സിദ്ധാന്ത സംവിധാനത്തോടെയാണെന്ന് പറഞ്ഞ ഭാഷാശാസ്ത്രജ്ഞൻ ആരാണ്? അതും നോം ചോസ്കിയാണ്. കുട്ടികളുടെ ചിന്തയും ഭാഷയും ഒരുമിച്ചല്ല വികസിക്കുന്നു. രണ്ടും വ്യത്യസ്തമായ വികസന ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. ഭാഷാ വികസനം സംബന്ധിച്ച ഈ കാഴ്ചപ്പാട് ആരുടേതാണ്? നോം ചോസ്കിയുടെ തന്നെയാണ്. ഭാഷയ്ക്കും ചിന്തയ്ക്കും വ്യത്യസ്ത ജനിത വേരുകളാണുള്ളത്. രണ്ടും വികസനം പ്രാപിക്കുന്ന വ്യത്യസ്ത വഴികളിലൂടെയും സ്വാതന്ത്ര്യവുമായാണ്. ഭാഷാ വികസനത്തെക്കുറിച്ച് ഈ കണ്ടെത്തലുകൾ ആരുടേതാണ്? വൈറ്റ്ഗോസ്കിയുടെയാണ് ഈ കണ്ടെത്തലുകൾ. മോഹഭംഗങ്ങളുടെയും പ്രശ്നങ്ങളുടെയും അതിജീവിക്കുന്നതിന് മനസ്സ് ചില സംയോജന തന്ത്രങ്ങൾ പ്രയോഗിക്കാറുണ്ട്. താഴെ പറയുന്ന സംയോജന തന്ത്രം പ്രക്ഷേപണമാണ്. ഏതാണ്? പ്രക്ഷേപണമാണ്. പഠനത്തിന് പിന്നോക്കം നിൽക്കുന്ന കുട്ടി കായിക പ്രവർത്തനങ്ങൾ നേട്ടങ്ങളിലൂടെ സ്വന്റെ അഭിമാനം വീണ്ടെടുക്കുന്നു. ഇത് ഏത് സംയോജന തന്ത്രത്തിന്റെ ഉദാഹരണമാണ്? അനുപൂരണമാണ്. കുട്ടികളില്ലാത്ത ദമ്പതിമാർ അനാഥാലയത്തിലെ കുട്ടികൾക്ക് ആവശ്യമായ പുസ്തകങ്ങളും തുണികൾ നൽകുന്നു. ഇത് ഏത് സംയോജന തന്ത്രത്തിന് ഉദാഹരണമായി പരിഗണിക്കാം? ഉദാത്തീകരണമാണ്. ക്ലാസ് റൂമിൽ വൃത്തികേടായ കുട്ടികളെ വെള്ള പൂശി മനോഹരമാക്കാൻ ചുമതല ഏൽപ്പിച്ചു. പിന്നീട് ഒരിക്കൽ അവർ ചുമരുകൾ വൃത്തികേടാക്കില്ലെന്ന് മാത്രമല്ല വൃത്തികേടാക്കാതിരിക്കാൻ ചിന്തിക്കുകയും ചെയ്തു. ഇവിടെ ഏത് സംയോജന തന്ത്രമാണ് അധ്യാപകൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഉദാത്തീകരണമാണ്. ഫ്രോയിഡിയൻ വീക്ഷണമനുസരിച്ച് അക്ഷരപ്പിഴകൾക്ക് നാക്കുപിഴകൾക്കും കാരണം ദമനമാണ്. സംയോജന തന്ത്രങ്ങളിൽ ഒന്നാണ് പ്രക്ഷേപണം. പ്രശ്നം യോജിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു. സ്വന്തം പ്രവൃത്തി കൊണ്ടുള്ള പരാജയങ്ങൾക്ക് മറ്റു കാരണങ്ങൾ കണ്ടെത്തുക ആണ്. കുട്ടികളുടെ ശാരീരികവും മാനസികവും സാമൂഹികവും പഠനപരമായ ഘടകങ്ങളെ വിലയിരുത്തി രേഖപ്പെടുത്തുന്നതാണ്
സഞ്ചിത രേഖ. കുട്ടികളുടെ പ്രശ്നങ്ങളെപ്പറ്റി പഠിക്കുന്നതിന് ധാരാളം മനഃശാസ്ത്ര രീതികൾ നിലവിലുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുട്ടികൾ എങ്ങനെ പെരുമാറുന്നുവെന്നും സത്യസന്ധത, സഹാനുഭൂതി എന്നീ സ്വഭാവം കണ്ടെത്തുന്ന മനഃശാസ്ത്ര പഠന രീതിയാണ് ഏത്? ഉഭയാഖ്യാന രീതി എന്ന് പറയുന്നത്. സാമൂഹ്യ സൂക്ഷ്മദർശിനി എന്ന് വിശേഷിപ്പിക്കുന്ന ഏത് മനഃശാസ്ത്ര പഠന രീതിയാണ്? കേസ് സ്റ്റഡിയാണ് കേട്ടോ. പഠിക്കാൻ മിടുക്കനായ ആദർശ് കുറച്ച് നാളുകളെ പഠനത്തിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല. പതിവായി വൈകിയാണ് ക്ലാസ്സിലെത്തുന്നത്. എല്ലായ്പ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ആദർശ സ്വഭാവ പ്രതിയാനത്തെക്കുറിച്ച് പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്? കേസ് സ്റ്റഡിയാണ്. ക്രിയാ ഗവേഷണത്തിന് ഉപജ്ഞാതാവ് ആരാണ്? സ്റ്റീഫൻ എം കോറിയാണ് ക്രിയാ ഗവേഷണത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. പാഠ്യപദ്ധതി നിർമ്മാണത്തിൻ്റെ അടിസ്ഥാന ഘടകമല്ലാത്തത് ഏതാണ്? സാമ്പത്തിക പരിഗണനയാണ്. താളാത്മകമായ ശബ്ദമുണ്ടാക്കുകയും ശരീരാവയവങ്ങൾ യഥേഷ്ടം ചലിപ്പിക്കാൻ കഴിയുന്ന പ്രീ പ്രൈമറി പഠിതാക്കൾക്ക് നൽകാവുന്ന പ്രവർത്തനമാണ് അഭിനയ ഗാനം. സഹപാഠികളുടെ ചെറുസംഘം ഒരു പൊതു ഉദ്ദേശം മുൻനിർത്തി പ്രവർത്തിക്കുന്നു. എങ്ങനെ വിശേഷിപ്പിക്കാം? സഹനാത്മക പഠനമെന്ന് വിശേഷിപ്പിക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഈ റിസോഴ്സ് അല്ലാത്തത് ഏതാണ്? സ്റ്റാമ്പ് ആൽബമാണ് ഈ റിസോഴ്സ് അല്ലാത്തത്. ശാസ്ത്ര പഠനത്തിന് ഉപയോഗിക്കാവുന്ന ഒരു സോഫ്റ്റ്വെയർ ഏതാണ്? ഫൈറ്റാണ്. സാമൂഹ്യശാസ്ത്ര ക്ലാസ്സിൽ അധ്യാപികയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ഡെസ്ക്ടോപ്പ് പ്ലാറ്റേറിയം സോഫ്റ്റ്വെയർ താഴെ കൊടുക്കുന്നത് ഏതാണ്? സ്റ്റെലേറിയമാണ്. ഡിസ്ലെക്സിയ ഉള്ള കുട്ടിക്ക് എന്തിനാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്? ഭാഷ ശരിയായി ഉപയോഗിക്കുന്നതിന്. ഡിസ്ഗ്രാഫി എന്തിനെ സൂചിപ്പിക്കുന്നു? എഴുതുന്നതിനോട് ബന്ധപ്പെട്ട വൈകല്യം. ശാരീരിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ തിരിച്ചറിയുന്നതിനും അവലംബിക്കാവുന്ന മാർഗങ്ങളിലൊന്നേതാണ്? രക്ഷിതാക്കളോടുള്ള അന്വേഷണമാണ്. അപ്പോൾ വായിക്കുന്ന സ്പീഡായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് പോസ് ചെയ്ത് വായിച്ച് നോക്കുക കേട്ടോ. എനിക്ക് തീരെ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ വേഗം വായിച്ച് പോകുന്നത് കേട്ടോ. പ്രത്യേക അസൈൻമെൻറ്റുകൾ, സ്വതന്ത്ര പ്രൊജക്റ്റുകൾ, ലഘു ഗവേഷണങ്ങൾ എന്നിവ ഏത് വിഭാഗം കുട്ടികൾക്കാണ് കൂടുതൽ അനുയോജ്യം? പ്രതിഭാധരായിട്ടുള്ള കുട്ടികൾക്കാണിത് അനുയോജ്യമായിട്ട് വരിക. കോക്ലിയർ ഇംപ്ലാന്റ് ഏത് പരിമിതി മറികടക്കാൻ സ്വീകരിക്കുന്ന ചികിത്സാ രീതിയാണ്? ശ്രവണ പരിമിതിയാണ്. മിക്കപ്പോഴും കൂട്ടത്തിൽ നിന്ന് പിൻവാങ്ങി ഒറ്റപ്പെട്ട് കളിപ്രവർത്തനം ഏർപ്പെടുന്ന എന്തിന് ലക്ഷണമായേക്കാം? ഓട്ടിസം. ശാരീരികവും മാനസികവുമായ പരിമിതികളുള്ള വ്യക്തികൾക്ക് അവകാശ സംരക്ഷണത്തിനും തുല്യതയ്ക്കും വേണ്ടിയുള്ള ആക്റ്റാണ് PWD ആക്ട്. ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, ബഹുതര വൈകല്യം എന്നിവ ബാധിച്ചുള്ളവ ക്ഷേമത്തിനും അവകാശത്തിനും വേണ്ടിയുള്ള നിയമമാണ് നാഷണൽ ട്രസ്റ്റ് ആക്ട് 1999. സങ്കലിത വിദ്യാഭ്യാസ ഭിന്നശേഷിക്കാരെ കുട്ടികൾക്ക് മറ്റു കുട്ടികളെപ്പോലെ തുല്യ അവസരങ്ങൾ ലഭ്യമാക്കുന്ന ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്തിട്ടുള്ള സങ്കലിത വിദ്യാഭ്യാസം ഏത് സ്കൂൾ നടപ്പിലാക്കുന്നത്? പൊതുവിദ്യാലയങ്ങളിൽ. ആധുനിക കാലത്തിന് അനുയോജ്യം ഉൾപ്പെടുത്തുന്ന വിദ്യാഭ്യാസമാണെന്ന അഭിപ്രായത്തിന് യുക്തി താഴെ നൽകിയിട്ടുള്ളത് ഏതാണ്? സാമൂഹ്യീകരണം എന്ന ലക്ഷ്യം നേടാൻ സഹായകമാണ്. ലോക ഭിന്നശേഷി ആചരിക്കുന്ന ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനമായിട്ട് ആചരിക്കുന്നത്. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെ സാധാരണ സ്കൂളിൽ പഠിപ്പിക്കുന്ന പറയുന്നതാണ് ഇത് ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം എന്നത്. പ്രശ്ന പരിഹരണ രീതിയുടെ ഘട്ടങ്ങളിൽ ശരിയായ ക്രമീകരണം ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. 1, 4, 2, 3 എന്നിവയാണ്. നാറാണത്ത് ഭ്രാന്തൻ എന്ന കവിത കുട്ടികൾ നാടക രൂപത്തിൽ അവതരിപ്പിക്കുന്നു. അധ്യാപനത്തിൽ ഏത് സമ്പ്രദായത്തിനാണ് ഇത് ഉൾക്കൊള്ളുന്നത്? ക്രീഡാരീതിയാണ്. താഴെ പറയുന്ന ശിശുക്കളുടെ പഠനത്തിന് അടിസ്ഥാനമാക്കേണ്ട ആശയങ്ങൾ ഉൾപ്പെടാത്തത് ലിംഗപരിഗണനയാണ്. പ്രീ സ്കൂൾ പഠനരീതി എങ്ങനെയുള്ളതാവണം? കളിരീതിയിൽ ഉൾപ്പെടുന്നതാവണം. സാമൂഹ്യ നിയന്ത്രണം ബന്ധപ്പെട്ട പ്രസ്താവന താഴെ നൽകിയിരിക്കുന്നു. ഇത് ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ബി 1, 4 കേട്ടോ. അധ്യാപരിശീലന കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ് NCERT. പ്രീ സ്കൂൾ വിദ്യാഭ്യാസ അക്കാദമിക് ഉത്തരവാദിത്തം നിക്ഷിപ്തമായിരുന്ന സംസ്ഥാന സ്ഥാപനം SCERT. വിദ്യാഭ്യാസ മാനേജ്മെൻറ്റ് ബന്ധപ്പെട്ട പരിശീലന ഗവേഷണം നൽകുന്നതാണ് SIE. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികൾക്ക് വിക്ടേഴ്സ് ചാനലിലൂടെ ക്ലാസുകൾ സംസ്ഥാന തലത്തിൽ ലഭ്യമാക്കുന്ന സ്ഥാപനമാണ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. 1835 മെക്കളെ മിനിറ്റ്സ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ വിദ്യാഭ്യാസ രേഖയിൽ പറഞ്ഞ കാര്യം ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ഓരോ പ്രദേശത്തും പഠനമാധ്യമം അവരുടെ മാതൃഭാഷയിലാക്കുക എന്നതാണ്. 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്ന ആരാണ്? കോത്താരി കമ്മീഷനാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഒരു ദേശീയ വിദ്യാഭ്യാസ നയം ഉണ്ടായത് 1986. ദേശീയ വിദ്യാഭ്യാസ നയം 2020 അനുസരിച്ച് 10+2 അടിസ്ഥാന യോഗ്യതയല്ലാത്ത നിലവിൽ പ്രീ സ്കൂൾ അധ്യാപകരായി ജോലി ചെയ്യുന്നവർക്ക് താഴെ പറഞ്ഞ ഏത് കോഴ്സ് നൽകാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്? 1 വർഷ ഡിപ്ലോമ കോഴ്സാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന 2010 ഏപ്രിൽ 1.
ദേശീയ വിദ്യാഭ്യാസ രേഖ 2020 പ്രകാരം 8 വയസ്സുവരെയുള്ള ഫൗണ്ടേഷൻ കാലയളവിൽ പ്രീ സ്കൂൾ പഠന കാലഘട്ടം എത്ര വർഷമാണ്? 3 വർഷമാണ്. 10+2 എന്ന സ്കൂൾ ഘടനയ്ക്ക് പകരം 5+3+3+4 എന്ന ഘടന പരിഷ്കരിച്ച് നിർദ്ദേശിച്ചത് ആരാണ്? ദേശീയ വിദ്യാഭ്യാസ നയം 2020 ആണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് നോക്കി വെച്ച് നാളെ പരീക്ഷയ്ക്ക് പോവുക കേട്ടോ.